പ്രിലിംസ് കഴിഞ്ഞു മെയിൻസിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് റൈറ്റിംഗ് സ്ട്രാറ്റജി? അതൊരു കോർ കോൺസെപ്റ്റാണ്, അതിൻ്റെ നമ്മളുടെ ഏറ്റവും മേജർ ഒരു ഫേസാണ്. സോ എങ്ങനെയാണ് റൈറ്റിംഗ് അഡ്രസ്സ് ചെയ്തത്? എനിക്ക് റൈറ്റിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് റൈറ്റിംഗ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻലൈറ്റിൻ്റെ തന്നെ ലാസ്റ്റ് ലാബ് സെഷൻസ് ആണ് എടുത്തിരുന്നത്. കാരണം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഒരു പാസ്റ്റ് 7 ഇയേഴ്സിലെ PYQസും അതുപോലെ തന്നെ സിലബസും കൂടെ നോക്കി അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതായത് മേജർ ടോപ്പിക്സ്, ഇപ്പോൾ എക്കോണമി, ജോഗ്രഫി, പൊളിറ്റിയൊക്കെ. അപ്പോൾ ആ നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടുത്തെ ലാസ്റ്റ് ലാബ് സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എൻലൈറ്റിൻ്റെ തന്നെ NMAP ടെസ്റ്റ് സീരീസും ചെയ്തിരുന്നു. അതിൽ തന്നെ എൻ്റെ GS 1 ഷിനോ സാറാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. GS 2 കുറച്ച് അൺപ്രഡിക്റ്റബിൾ ഏരിയാസും അതുപോലെ അങ്ങനെ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ജോസഫ് സാറാണ് പറഞ്ഞു തന്നത്. പിന്നെ SAയ്ക്ക് മഹേഷ് സാറിൻ്റെ ഒപ്പം കുറേ സെഷൻസ് എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഫിലോസഫിക്കൽ എസ്സേസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ അതിൽ ഒരു കോർ ഐഡിയ മാത്രം എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പം സാറുമായിട്ട് ബ്രെയിൻ സ്റ്റോമിങ് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്തിക്സിൽ എൻ്റെ മേജർ ഇഷ്യൂ, ഞാൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് കേസ് സ്റ്റഡീസ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പം എക്സ്ട്രീം മൂവ്സാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അബു സാറാണ് അതിന് എൻ്റെ ആൻസേഴ്സിനൊന്നും ഹൃദയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അബു സാറിനെ ഡെയിലി കേസ് സ്റ്റഡീസ് എഴുതി കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് അതും ചെയ്തത്. Enlight Civil Service Academy, enlightening minds, lightening journeys, Trivandrum and Calicut.